സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കണക്കുകൾ ശരിയല്ല എന്ന് കോടതി പറഞ്ഞു. കണക്കുകൾ കൈവശമില്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര സഹായം തേടേണ്ടി വരുന്നതെന്നും കോടതി വിമർശിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ വിമർശനം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, അതിരൂക്ഷമായ വിമർശനം SDRFുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. വിമർശനം മാത്രമല്ല, രൂക്ഷമായ പരിഹാസവും സർക്കാരിന് നേരിടേണ്ടി വരുന്നു. ഈ കണക്കുകൾ സംബന്ധിച്ച്, ഇതിൻ്റെ ഓഡിറ്റിംഗ് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ കോടതി വെക്കുന്നു. എന്താണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? സർക്കാരിൻ്റെ മറുപടി എന്തായിരുന്നു, വിഷ്ണു? രഞ്ജിത്ത്, ആദ്യാവസാനം അതിരൂക്ഷ വിമർശനമാണ് സംസ്ഥാന സർക്കാരിന്റെ SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും 677 കോടി രൂപ ബാക്കിയുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. ഇത് എങ്ങനെ ചെലവാക്കും എന്നാണ് പ്രധാനമായും നിലവിൽ കോടതി ചോദിച്ചത്. പക്ഷേ അതിനൊരു മറുപടി ഉണ്ടായില്ല. SDRF ഫണ്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓഡിറ്റിംഗ് നടത്താറുണ്ടോ എന്ന് നിലവിൽ ചോദിച്ചു. പക്ഷേ ആ ഓഡിറ്റിംഗ് നടത്താറുണ്ടെന്ന് സർക്കാർ മറുപടി പറഞ്ഞെങ്കിലും അതിൽ ഒരു എപ്പോഴാണ് ആ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പണം നൽകേണ്ടത് കേന്ദ്ര സർക്കാരാണ്, പണം വാങ്ങേണ്ട ആളുകൾ സംസ്ഥാന സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു ബോധിപ്പിക്കാൻ ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. റിജിത്ത്, ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഷോർട്ട് ബ്രേക്ക്.